ഭിന്നശേഷി സ്കൂൾ അധ്യാപകർക്കുള്ള സംസ്ഥാനതല ശില്പശാലയ്ക്ക് മാവുങ്കാൽ ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാല ഹോസ്ദുർഗ് തഹസിൽദാർ എം മായ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, കാഞ്ഞങ്ങാട്. കുട്ടികളുടെ ബുദ്ധിപരമായ വികാസം അധ്യാപകരുടെ കൈകളിലാണെന്ന് ഹോസ്ദുർഗ് തഹസിൽദാർ എം മായ പറഞ്ഞു. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ദേശീയ പുനരധിവാസ കൗൺസിലും കാഞ്ഞങ്ങാട് റോട്ടറിയും സംയുക്തമായി സംസ്ഥാനത്തെ ഭിന്നശേഷി അധ്യാപകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമ്മൾ ഒരു ടീച്ചറാകുന്നതോടൊപ്പം തന്നെ അമ്മയുടെ വാത്സല്യവും സ്നേഹവും കുട്ടിക്ക് കൊടുക്കുക വേണം. ആ കുട്ടി വളർന്ന് വലുതായി നമ്മുടെ ക്ലാസ് റൂമിൽ എവിടെയെങ്കിലും ഒരു ചെടി കാണും. ആ ചെടിയെ ഒരു ഡോക്ടറോ ഏറ്റവും വലിയ കഴിവുള്ള ഒരാളോ ആക്കുക നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങളിലൂടെയാണ് അത് വരുന്നത്. നിങ്ങളുടെ മിടുക്കുപോലെ ഇരിക്കും ഒരു കുട്ടി സമൂഹത്തിലോട്ട് എങ്ങനെ ഇറങ്ങി ചെല്ലും എന്ന് ചിന്തിക്കും. നിങ്ങളെ അത്ര വിശ്വാസത്താൽ മാതാപിതാക്കൾ ഏൽപ്പിക്കുന്നതാണ് കുഞ്ഞുങ്ങൾ. വിദ്യാർത്ഥികളുടെ വൈവിധ്യങ്ങൾ തിരിച്ചറിഞ്ഞും ഉൾക്കൊണ്ടും അവരെ ചേർത്ത് നിർത്തിയും വഴികാട്ടാൻ അധ്യാപകർ ശ്രമിക്കണമെന്നും തഹസിൽദാർ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. 3 ദിവസങ്ങളിലായി മാവുങ്കാൽ ആനന്ദാശ്രമത്തെ റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തുന്ന ശില്പശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. KP കാർത്തിയായനി അമ്മയുടെ സ്മരണാർത്ഥം സ്കൂളിൽ സ്ഥാപിച്ച പ്രൊജക്ടറിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ബാബു രാമചന്ദ്രൻ നിർവഹിച്ചു. റോട്ടറി സ്കൂൾ ചെയർമാൻ ഡോക്ടർ MR നമ്പ്യാർ, MC ജേക്കബ്, പ്രോഗ്രാം കോർഡിനേറ്റർ F ഇഗ്നേഷ്യസ്, റോട്ടറി സ്കൂൾ ഡയറക്ടർമാരായ H ഗജാനൻ കാമത്ത്, N സുരേഷ്, പ്രിൻസിപ്പൽ ബീന സുഗു, സ്വാശ്രയ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ രാജശ്രീ സുരേഷ് നായർ, റോട്ടറി പ്രവർത്തകരായ മല്ലിക രാജൻ, MK വിനോദ് കുമാർ, M വിനോദ്, ജയേഷ് K ജനാർദ്ദനൻ, K രാജേഷ് കാമത്ത്, H അക്ഷയ് കാമത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.